ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോടയുടെ റെസിപ്പിയാണ്. റാഗി പക്കോടയാണ് ഇന്നുണ്ടാക്കുന്നത്. റാഗി പൗഡറിൻ്റെ കൂടെ നിലക്കടലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പക്കോടയാണിത്. അതുപോലെ തന്നെ ഇതിൽ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കോടയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർക്കാം. വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നല്ല നേരിയതായിട്ട് അരിയണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് നല്ല ശക്തിയിൽ തന്നെ ഇത് തിരുമ്മണം. ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് നിലക്കടല അരച്ചെടുക്കണം. അരക്കപ്പ് നിലക്കടല തരുതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സവാളയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 3 പച്ചമുളകാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ശക്തിയിൽ തന്നെ നേരത്തെ സവാള തിരുമ്മിയതുപോലെ തന്നെ ഇതും കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് റാഗി പൗഡർ ചേർക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില എല്ലാം ചൂടി ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് പക്കോട ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പിയായി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് മറിച്ചിടാം. 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രിസ്പി പക്കോടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പക്കോട ഉണ്ടാക്കിയെടുക്കാം. റാഗിയും പീനട്ടും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടൊരു പക്കോടയാണിത്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.